ഈ ഷിബിലി വധക്കേസ് തിരുവനന്തപുരത്ത് ഗുണ്ടകൾ തമ്മിലുള്ള പക. അപ്പോൾ അത് 2 ആഴ്ചയായിട്ട് കൊലപാതകം ഒന്നിനു പുറകെ ഒന്നായി നടക്കുകയാണ്. ഏറ്റവും അടുത്തത് കഴിഞ്ഞ ഷിബിലിയുടെയാണ്. ഷിബിലിയുടെ കൊലപാതകത്തിൽ ചില വെളിപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് കൊന്നതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ചില വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ഷിബിലിയെ വധിച്ചത്? ഷിബിലിയെ അതിക്രൂരമായിട്ടാണ് വധിച്ചത്. അതിക്രൂരമെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇയാളെ പുറകെ പോയി രാത്രിയിൽ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ഇയാളെ വലിച്ചിഴച്ച് കടപ്പുറത്തേക്ക് കൊണ്ടുവന്നു. കടപ്പുറത്തിട്ട് വളരെ രീതിയിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യാത്ത രീതിയിൽ അയാളെ കൈകാര്യം ചെയ്തു. ഒടുവിൽ ബൈക്ക് ഇയാളുടെ മുകളിലൂടെ ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലുകൾ പൊട്ടി ശ്വാസനാളത്തിനുള്ളിൽ കയറിയാണ് അയാളുടെ മരണം സംഭവിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ അവസാനത്തെ അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ റിസൾട്ടായി വന്നിരിക്കുന്നത്. മരണം സംഭവിക്കാനുള്ള കാരണം എല്ലുകൾ പൊട്ടി ശ്വാസകോശത്തിനുള്ളിൽ കയറിയതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെ ഒരു പ്രതിയെ കൂടി, മുഹമ്മദ് ഇനാദ്, അയാളെ കൂടി പിടികൂടിയിട്ടുണ്ട്. ഇനാസിൻ്റെ, അതായത് മുഖ്യപ്രതി ഇനാസിൻ്റെ സഹോദരനാണ് ഇനാദ്. ഇവരെല്ലാവരും തമ്മിൽ കഴിഞ്ഞ മാസം വരെയും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇവരാണ് സൗഹൃദത്തിലായിരുന്നു. പൂന്തുറ മേഖലയിൽ ഇവർ ഇത്തരത്തിൽ ലഹരി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. MDMA, LSD സ്റ്റാമ്പ്, മെറ്റാഫിറ്റമിൻ ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഘമാണ് ഇവരെല്ലാവരും തമ്മിൽ കഴിഞ്ഞ മാസം തെറ്റിപ്പിരിഞ്ഞതോടുകൂടി ഈ ഷിബിലി ഒരു പ്രത്യേക സംഘമായി മാറി. ഷിബിലിയും ഷിബിലിയുടെ സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് ഷിബിലിയുടേതായിട്ടുള്ള ഒരു പ്രത്യേക സംഘത്തെ ഷിബിലി രൂപീകരിച്ചു. ഒരു ഗ്യാങ് ഉണ്ടാക്കിക്കൊണ്ട് ഷിബിലി അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു ഗ്യാങ് ഉണ്ടാക്കിക്കൊണ്ട് വേറെ ഇവരിൽ നിന്ന് സെപ്പറേറ്റായി നിന്നുകൊണ്ട് ഷിബിലി ഇവർ ഈ കച്ചവടം നടത്തി. മാത്രമല്ല ഇവരെ പോലീസിന് ഒറ്റി. അതെ, പോലീസിന് ഒറ്റി. അവിടെ ഇവരുടെ, അതായത് ഈ മുഹമ്മദ് ഇനാസിനെ ഒറ്റി കൊടുത്തു. അതിൻ്റെ ദേഷ്യത്തിനാണ് മുഹമ്മദ് ഇനാദ്, അതുപോലെ തന്നെ സഹീർ ഖാൻ, ഇത്രയും പേരാണ് ഷിബിലി വധക്കേസിലെ പ്രതികൾ. 3 പേരെയും പിടിച്ചിട്ടുണ്ട്. പൂന്തുറ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിട്ടാണ് ഈ 3 പേരെയും ഇപ്പോൾ പിടികൂടിയത്. പൂന്തുറയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലുള്ളൊരു വിഷയം നമ്മൾ വിചാരിക്കുന്നത് പോലെ നിൽക്കില്ലത്. ഒരു വിഷയം അവിടെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ വിഷയത്തിൽ പിന്നെ അതിൻ്റെ ഇങ്ങനെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണ് പൂന്തുറ, ഭീമാപ്പള്ളി തുടങ്ങിയ മേഖല. അവിടെ ഒരു ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവില്ല. അത് പിന്നീട് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ബാക്കി പത്രങ്ങൾ പിന്നീട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പോലീസ് അവിടെ വളരെ അലേർട്ടാണ്. അവിടെ ഏത് മനുഷ്യൻ പോലീസിൽ SHO ആയിട്ട് അവിടെ ആ സ്റ്റേഷനിൽ എത്തിയാലും അദ്ദേഹം ആദ്യം ചെയ്യുന്ന നടപടി എന്ന് പറയുന്നത് ആ മേഖലയിലെ ഗുണ്ടകളെക്കുറിച്ച്, ഭൂപ്രകൃതിയെക്കുറിച്ചും പഠിക്കുക എന്നതാണ്. അത് അവിടുത്തെ ഈ വന്ന് ചേരുന്നതിന് മുമ്പ് തന്നെ, വന്ന് അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് പഠിക്കാനുള്ളൊരു ശ്രമം ഈ ഉദ്യോഗസ്ഥർ അവിടെ നടത്താറുണ്ട്. കാര്യം അത്രയും ടെൻഷനാണ് ആ മേഖലയിൽ ഇരിക്കുന്ന ഒരാൾക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അതിന് ഈ ഒരു തിരക്ക് മറുതിര എന്ന് പറഞ്ഞ രീതിയിൽ അതിങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടേ ഇരിക്കും. പണ്ടത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു സമയത്ത് അവിടേക്ക് വന്ന കളക്ടറോട് അവിടെ ഇറങ്ങി നിന്ന് പറഞ്ഞത്, യൂണിഫോം ഇട്ട പോലീസുകാരെ ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല, പിന്നെ നീ യൂണിഫോം ഇല്ലാത്ത നിന്നെ കയറ്റുന്നതെന്ന് തിരുവനന്തപുരം കളക്ടറോട് മുഖത്ത് നോക്കി പറഞ്ഞ ഡയലോഗ് പറഞ്ഞ സ്ഥലമാണ് ഈ സ്ഥലം. അവിടെ കയറാൻ പറ്റില്ലായിരുന്നല്ലോ. പിന്നെ പോലീസ് പല തരത്തിൽ അവിടുത്തെ സാമുദായികമായും അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുമൊക്കെ നിൽക്കുന്ന മനുഷ്യരെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ പറയുന്ന സംഘത്തെ അവിടെ ഒരു വിധമെങ്കിലും അമർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പോലീസിന് കൂടുതൽ ടെൻഷനാണ് ഈ ഒരു മേഖലയിൽ ഇത് സംഭവിച്ചതിൽ. അപ്പോൾ ഷിബിലി ആയതുകൊണ്ടും ഈ പ്രശ്നത്തിന് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രതികൾ ഒളിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടാൻ പോലീസ് മാക്സിമം ശ്രമിച്ചത്. ഇവർ ഇത് നടത്തിയ ശേഷം ഇവർ ബോട്ടെടുത്ത് കടലിൽ പോയി കളഞ്ഞു. പലരും കടലിൻ്റെ പല ഭാഗത്തേക്ക് പോയി കളഞ്ഞു. പോലീസിന് വലിയ തൊല്ലയായി. പോലീസിന് ഇവർ ഈ പുറംകടലിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാലേ പിന്നെ ഇവരെ കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അവരവിടെ കറങ്ങി തിരിഞ്ഞ് വേണമെങ്കിൽ അങ്ങ് തമിഴ്നാട് തീരത്തോടൊക്കെ പൊക്കളയും. ബോട്ടിൽ ഇതുണ്ടെങ്കിൽ, ഇന്ധനം ഉണ്ടെങ്കിൽ അവരങ്ങ് തമിഴ്നാട് തീരത്തോട്ടൊക്കെ പോയി അവിടെ പോയി ആ മേഖല വഴിയൊക്കെ കറങ്ങി അവരങ്ങ് പൊക്കളയും. അങ്ങനത്തെ പ്രശ്നം കൂടിയുണ്ട്. പിന്നെ ഇവർ പുറത്ത് നടക്കുന്നത് ഇവർക്കും റിസ്ക്കാണ്, ഈ പ്രതികൾക്കും റിസ്ക്കാണ്. കാരണം പ്രതികളെ മറ്റുള്ളവർ വെറുതെ നിൽക്കാതെ അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇത് ഇത്രത്തോളം ക്രൂരമായി ചെയ്യാനുള്ള കാരണം അത്രയും വലിയ, ഒരു മാസത്തിനിടയിൽ അത്രയും വലിയ പക ഈ ഷിബിലിക്ക് നേരെ ഇവർക്കുണ്ടായിരുന്നു.
ഷിബിലിയും വലിയ പ്രശ്നക്കാരനാണ്. ഷിബിലി വലിയ കുഴപ്പക്കാരനാണ്. ഷിബിലി ഇതിൻ്റെ ഒരു കച്ചവടത്തിൻ്റെ ഒരു മെയിൻ ആളാണ്. ഈ പുറംകടലിൽ വരുന്ന MDMA പോലെയുള്ള വസ്തുക്കൾ അവിടെ നിന്നും ശേഖരിക്കുകയും അത് തിരുവനന്തപുരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ എത്തിക്കുകയും അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളാണ് ഷിബിലിയും സംഘവും. ഈ ഷിബിലിയും ഇനാദും ഒക്കെ തന്നെ ഈ ഒറ്റ ജോയിൻ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നം വന്ന് കയറുകയുണ്ടായി. ചെറിയ തർക്കമായിരിക്കും, ഇവരൊക്കെ തമ്മിൽ തെറ്റിപ്പിരിയാൻ ചെറിയ തർക്കം മതി. വാക്ക് തർക്കം, ചെറിയ വാക്ക് തർക്കം. ഈ ഗുണ്ടകൾക്ക് ഈഗോ ഉണ്ട്, അറിയോ? ഗുണ്ടകൾക്കും ഈ ലഹരി മാഫിയ സംഘങ്ങൾക്കും ഈഗോ ഉണ്ട്. മറ്റ് നമ്മൾ വിചാരിക്കും വലിയ വലിയ ഉദ്യോഗസ്ഥർക്കും അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈഗോ എന്ന്. ഏറ്റവും വലിയ ഈഗോ ഉള്ള ടീംസ് ഇവരാണ്. ഇവർക്ക് ഭയങ്കര ഈഗോയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പണ്ട് പറഞ്ഞല്ലോ, ഇവിടെ ഒരാൾ പിന്നെ ഇവിടെയുള്ളൊരു വലിയ ഗുണ്ട 2 ഗുണ്ടകൾ വളരെ സുഹൃത്തുക്കളായിപ്പോയി. അതിനിടയിൽ വലിയ ഗുണ്ട ഇവിടെ ഒരാളെ പിന്നെ കൊലപ്പെടുത്തിയപ്പോൾ ഈ മറ്റവനേക്കാൾ അറ്റൻഷൻ ഇവന് കിട്ടി. അപ്പോൾ മറ്റവന് ഈഗോ ആയി. മറ്റവനെന്ത് ഇവനെ തട്ടി ടിപ്പർ അടിച്ചു കളഞ്ഞു. ടിപ്പർ അടിച്ച് കൊലപ്പെടുത്തി കളഞ്ഞു. അങ്ങനെയുള്ള അന്നേക്കുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഇവിടെ പല പല പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു കാര്യം. ഇതിപ്പോൾ വളരെ ക്രൂരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിച്ച് രാത്രി സമയമല്ലേ, പുലർച്ചെയാണ് സംഭവം ഉണ്ടാകുന്നത്. ഇല്ല, പുലർച്ചെ സംഭവം ഉണ്ടാകുന്നത്. കടലിങ്ങനെ ആഞ്ഞടിക്കുകയല്ലേ, അതിൻ്റെ ശബ്ദം ഒരു സൈഡിൽ കിടക്കുമ്പോൾ എന്ത് നിലവിളി. പിന്നെ ഇവർ ഈ പറയുന്ന പോലെ ബോട്ട് ഇറക്കുമ്പോഴും ബോട്ട് കയറ്റുമ്പോഴും ഒക്കെ അവിടെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഈ ശബ്ദങ്ങളൊന്നും കേട്ട് പുറത്തിറങ്ങാൻ ആരും അങ്ങനെ തയ്യാറാകാറില്ല. ഈ മെനകെട്ട പരിപാടികൾക്ക് ആരും എന്ന് തടസ്സം പിടിക്കാനാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ലഹരി സംഘങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇറങ്ങിച്ചെന്ന് തടസ്സം പിടിക്കാൻ ചെന്ന് അയാളെ ഇവർ കൈകാര്യം ചെയ്യില്ലേ? അയാൾക്ക് നേരെയും അക്രമം ഉണ്ടാവില്ലേ? കഴിഞ്ഞ വെള്ളറടയിൽ ഉണ്ടായ സംഭവം അറിയാമോ? വെള്ളറടയിൽ ഒരു കാര്യവുമില്ലാതെ 2 മണിക്കൂർ അവിടെ റോഡിൽ ഇവന്മാർ അഴിഞ്ഞാടി, ലഹരി മാഫിയ സംഘങ്ങൾ അഴിഞ്ഞാടി. അതിൽ ഒരു കാര്യമില്ലാതെ പോയപ്പോൾ അവിടെ പോയൊരു സ്ത്രീ, എനിക്ക് തോന്നുന്നു കൺസ്യൂമർ ഫെഡിലെ ജീവനക്കാരിയാണ്, അവരെ ഇവന്മാർ എടുത്തിട്ട് അടിച്ചു. ഇവർക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. റോഡിൽ ഇവന്മാർ അഴിഞ്ഞാടുമ്പോൾ ഇവർ അതിലേ വന്നു. അതാണ് ഇവന്മാർക്ക് അന്നേരം ഉണ്ടായ കാര്യം. അത് കണ്ടിട്ട് വന്ന പിന്നെ ഇവരെ എടുത്തിട്ട് അടിക്കുന്നത് കണ്ടിട്ട് ഇവരുടെ ഭർത്താവ് ഓടി വന്ന് അയാളെ ഇവന്മാർ എടുത്തിട്ട് അടിച്ചു. അയാളെ എടുത്തിട്ട് അടിച്ച് പോകുന്ന പോക്കിന് ഇവന്മാർ ഒരു പാസറെ എടുത്തിട്ട് വെട്ടി. പാസർ ഒരു കാര്യമില്ല. പാസർ ഇപ്പം ഇത്രയും കാലമായിട്ട് പാസറിന് മനസ്സിലായിട്ടില്ല പാസർ ഇവന്മാർ എന്തിനാ വെട്ടിയത്. പാസർ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചുള്ള പ്രാർത്ഥനയിലാണെന്ന് തോന്നുന്നു. എന്നെ ഇവന്മാർ എന്തിന് വെട്ടി എന്നെ ബോധ്യപ്പെടുത്തണമേ. ആ ഒരു പ്രാർത്ഥനയിലാണ് പാസർ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യമില്ലെന്നേ. ഇവിടുന്ന് വലിയ പ്രശ്നക്കാരന്മാരായിട്ട് ഇവന്മാരിങ്ങനെ വാഴുകയാണ്. ഇങ്ങനെ എന്താ പറയുക, ഇത് ഈ ലഹരി സംഘങ്ങളുടെ ഒരു വലിയ പ്രത്യേകത, ഇവർക്ക് അന്നേരം ഒരു സ്ഥലത്ത് ഇവന്മാരെ ആളുകൾ ഭയപ്പെടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഭയപ്പെടുന്നില്ല എന്നുള്ള അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ കച്ചവടത്തെ ഒറ്റും. ഇവന്മാരോട് ഭയം നാട്ടുകാർക്ക് ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇത് ഒറ്റും. അതിനുവേണ്ടിയാണ് ഇവർ സാധാരണക്കാരെ ആക്രമിക്കുന്നത്. അല്ലാതെ ഒരു കാര്യവുമില്ല. ഇവന്മാർ നടു റോഡിലിറങ്ങി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ സ്ഥലത്ത് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് ഒറ്റുപോകാൻ പാടില്ല. ഒരു കാരണവശാലും കച്ചവടം നടത്തുമ്പോൾ ഒറ്റുപോകാൻ പാടില്ല. ഇവന്മാർ ഈ മാലിന്യ കൂമ്പാരമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലാണ് ഇവന്മാർ ഇത് കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത്. ഒരു കാരണവശാലും എടുക്കാൻ സാധ്യതയില്ലാത്ത മാലിന്യ കൂമ്പാരങ്ങളാണ് ഇവന്മാർ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത്. അതിൽ ഇവന്മാർ 24 മണിക്കൂർ ഇവന്മാരുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുകയും ചെയ്യും. നമ്മളെങ്ങാനും അബദ്ധത്തിൽ പോയി ഇതെങ്ങാനും വാരാൻ നിന്ന് കഴിഞ്ഞാൽ റോഡരികിൽ കുറച്ച് മാലിന്യം കിടക്കുന്ന വാരി മാറ്റിയേക്കാന്ന് വിചാരിച്ചു മാറ്റം ചെന്ന് ഇവന്മാർ നമ്മളെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അതാണ് ഇവന്മാരുടെ ഒരു വലിയ പ്രത്യേകത. ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ കൊടുത്ത് തീർക്കുകയാണ്. അവിടുത്തെ CIS സാജു, അദ്ദേഹം വന്നിട്ട് 3ാമത്തെ ദിവസമാണ് ഈ കൊലപാതകം നടക്കുന്നത്. അദ്ദേഹം സ്റ്റേഷനിൽ ചാർജ് എടുത്ത 3ാമത്തെ ദിവസം. പിന്നീട് അദ്ദേഹം എല്ലാ ദിവസവും സ്റ്റേഷനിൽ നിന്ന് പോകാതെ ഈ പ്രതികളെ പിടിക്കാനുള്ളൊരു വലിയ ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വലിയ പ്രശ്നബാധിത സ്റ്റേഷനുകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക്, അവിടുത്തെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് അത് ഭയങ്കര മാനസികമായ സംഘർഷമുണ്ട്. ഒരു ഏറ്റുമുട്ടൽ പോലെയുള്ള ഒരു സംഭവം ഇത്തരം പ്രദേശങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് വളരെ ബുദ്ധിപൂർവ്വം മാത്രമേ കൈകാര്യം ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ചുമതലയുള്ള ACP ആണെങ്കിലും DYSP ആണെങ്കിലും അവിടെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പ്രത്യേകം പറയും, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ ചെറിയൊരു തീപ്പൊരി മതി, അവിടെ തീ ആളിക്കത്തും. ചെറിയൊരു വിഷയമാണെങ്കിൽ പോലും പോലീസ് അതിനെ വളരെ സൂക്ഷിച്ച് മാത്രമേ എടുക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകൾ എപ്പോഴും പ്രശ്നമാണ്. പിന്നെ പൂന്തുറ അറിയാമല്ലോ, ആ ഒരു മേഖല അറിയാമല്ലോ. ആ ഒരു മേഖലയിൽ പ്രത്യേകിച്ചും പോലീസിന് സൂക്ഷിക്കേണ്ടതുണ്ട്. ഏതായാലും ഇതൊക്കെ വളരെ
ക്രൂരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരാളെ തലക്കടിച്ച് വീഴ്ത്തുക, അതിനുശേഷം നടു റോഡിൽ നിന്ന് വലിച്ചിഴച്ച് ബീച്ചിൽ കൊണ്ടിടുക, കടപ്പുറത്ത് കൊണ്ടിടുക, അതിനുശേഷം അവിടെ ഇട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുക, ശേഷം ബൈക്ക് കയറ്റി ഇറക്കുക, അത്തരത്തിൽ ഒരാളുടെ മരണം സംഭവിക്കുക. ഇതൊക്കെ വളരെ ക്രൂരമാണ്. ഈ ലഹരി മാഫിയ സംഘങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് അവന്മാർ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഇങ്ങനെയാണ്. കാരണം അവന്മാർ ഇത് ഉപയോഗിക്കുന്നവന്മാരാണ്. ഇത്തരക്കാർ ഇവിടെ ഇത് ഉപയോഗിക്കുന്നവരാണ് ഇത് ചെയ്യുന്നത്. ബോധം ഉണ്ടാവില്ല. ബോധമില്ലാത്തത് കൊണ്ടാണ് ഈ പ്രവൃത്തികൾ, ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. ഏതായാലും പ്രതികളെ എല്ലാവരെയും പോലീസ് പിടിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചതിലെ ഞെട്ടലിലാണ് നമ്മൾ ഇത് പ്രേക്ഷകരോട് ചർച്ച ചെയ്തത്.